ഹായ് ഓൾ മൈ സ്റ്റാർ സീഡ്സ്, വെൽക്കം ബാക്ക് ടു അശ്വതി റാണി ടാരോ ഹീലിംഗ് ചാനൽ. ഇന്ന് നമുക്ക് എന്താ നോക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ സാമ്പത്തിക ബ്ലോക്കേജ് മാറ്റാനുള്ള ഡിവൈൻ ഗൈഡൻസ് എന്താണ് എന്നുള്ളതാണ് ഇന്നിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയപ്പോഴേക്കും നമുക്ക് കിട്ടിയത് 9 of Wands, 10 of Wands, ഡെവിൾ കാർഡ്, പിന്നെ 7 of Swords ആൻഡ് 9 of Pentacles. ഇത്രയും കാർഡ്സാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ ചുറ്റിനുമുള്ള പ്രശ്നങ്ങൾ ആകപ്പാടെ നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം കൂടെ നിങ്ങൾക്ക് ഒരുപാട് ഭയപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് എന്നാണ് കാണാൻ പറ്റുന്നത്. ചുറ്റിനുമുള്ളവർ നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതായിട്ടും, പിന്നെ മേ ബി അത് ബാങ്കുകാരാകാം, ഫിനാൻസുകാരാകാം, പിന്നെ നിങ്ങളെ കൊടുക്കാനുള്ള ആളുകളാകാം. അവരെല്ലാം കൂടെ നിങ്ങളെ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. വളഞ്ഞിട്ടൊരു ആക്രമണം തന്നെയാണ് നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. ടെൻഷനും മനസമാധാനവും ഒന്നും നിങ്ങൾക്ക് ടെൻഷൻ ഒഴിഞ്ഞൊരു സമയം കിട്ടുന്നില്ല, അതുപോലെ തന്നെ മനസമാധാനം കിട്ടുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നതെന്നാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഭാരം, നിങ്ങളുടെ ചുമലിലെടുക്കാൻ പറ്റാവുന്നതിലധികം ഭാരം നിങ്ങൾ ചുമക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. നിങ്ങൾ ഒത്തിരി അധികം പിന്നെ പ്രോബ്ലംസിനെ ഫേസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നിങ്ങളുടെ സ്വന്തം റിസ്കിൽ എടുത്തുകൊണ്ട് പോകുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അത് എങ്ങും ഇറക്കി വെക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ കൂടെയാണ് നിങ്ങൾ പോകുന്നതെന്ന് കാണാൻ പറ്റുന്നു. ആകപ്പാട് ഒരു പെട്ട അവസ്ഥയിൽ കൂടെയാണ് നിങ്ങൾ പോകുന്നതെന്ന് ഇപ്പം കാണാൻ പറ്റുന്നത് കേട്ടോ. അതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സ് തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. ഇവിടെ മെന്റൽ ബ്ലോക്കേജ് നിങ്ങളെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ നിങ്ങളെ നെഗറ്റീവ് ചിന്തയിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു ഇതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് വളരെയധികം ശ്രദ്ധിക്കുക എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ആ തോട്ട് പ്രോസസ്സ് തന്നെയാണ് നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്നാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് കേട്ടോ. അവസ്ഥയ്ക്ക് കാരണം തന്നെ നിങ്ങളുടെ ഈ തോട്ട് പ്രോസസ്സ് ആണെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ആ നെഗറ്റീവ് ചിന്തകളൊക്കെ മാറ്റി വെച്ചിട്ട് പോസിറ്റീവായി ചിന്തിക്കാൻ നോക്കുക. നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് എല്ലാം ഹൈ വൈബിലോട്ട് ആക്കാൻ ശ്രമിക്കുക കേട്ടോ. എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ഇതിലോട്ട് നിങ്ങൾ വരിക. പിന്നെ മാനിഫെസ്റ്റേഷൻ ഒക്കെ നിങ്ങൾ വർക്കൗട്ട് ആക്കാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ തന്നെ അതെല്ലാം ചിന്തിച്ചെടുക്കുക. നിങ്ങളുടെ ചിന്തകളെ കടിഞ്ഞാണിടുക. നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളെ മൊത്തം നിങ്ങൾ മാറ്റി വെക്കുക. അതിനെ കടിഞ്ഞാണിട്ട് നിങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങൾ പിന്നെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. ഒരു ഗൈഡൻസ് കിട്ടുന്നുണ്ട്. പിന്നെ വരുന്നത് വരട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ മുന്നോട്ട് ചിന്തിച്ച് ഒരു റിസ്ക് എടുത്ത് പോകാനുള്ള ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്നാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. നിങ്ങൾക്ക് മുന്നിൽ വരുന്ന ആ സാധ്യതകളെ നിങ്ങൾക്ക് ഏറ്റെടുക്കാനോ അത് ശ്രദ്ധിക്കാനോ പോലും ആകുന്നില്ല. കാരണം അത്രയ്ക്ക് നെഗറ്റിവിറ്റി നിങ്ങളുടെ മനസ്സിൽ വന്ന് കൂടിക്കിടക്കുകയാണെന്നാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ ആ നെഗറ്റീവ് ചിന്തകളിൽ നിന്നൊക്കെ എത്രയും പെട്ടെന്ന് പുറത്തു വന്നാലേ നിങ്ങൾക്ക് ഈ സാധ്യതകളെല്ലാം കണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ പക്ഷേ നമുക്ക് കിട്ടിയ ലാസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് നല്ലൊരു അബണ്ടൻസ് കാർഡാണ്. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ നെഗറ്റീവ് ചിന്തകളിൽ നിന്നൊക്കെ മാറ്റി നിങ്ങളുടെ എനർജി ഹൈ വൈബിലോട്ട് ആക്കിയാൽ മാത്രമേ ഇതൊക്കെ നിങ്ങൾ അതിലോട്ട് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ എന്നാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഇപ്പം എന്ത് സാഹചര്യത്തിലാണോ നിങ്ങൾ പോകുന്നത് അതിൽ ശ്രദ്ധ കൊടുക്കുകയേ വേണ്ട. പിന്നെ അത് നിങ്ങളെ എന്ത് തരത്തിൽ ബാധിച്ചിരുന്നാലും അത് നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ ഇപ്പോഴത്തേക്കേ ഉള്ളൂ, ഇത് കഴിഞ്ഞു പോകും എന്നുള്ളൊരു ചിന്തയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക കേട്ടോ. റിസ്ക് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക. അതേ ഉള്ളൂ വഴി നിങ്ങൾക്ക്. പിന്നെ അതിൽ നിന്ന് നിങ്ങൾ ഓവർകം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് ചിന്തയെല്ലാം നിങ്ങൾ വിട്ട് മാറി നിങ്ങൾ റിസ്ക് ഏറ്റെടുത്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ വലിയ ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒരു പിന്നെ മെച്ചുവർ ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റി തന്നെയാണ്. കണ്ടില്ലേ, ഇപ്പം മനസ്സമാധാനത്തോടു കൂടി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നേരിടാനും ഫേസ് ചെയ്യാനും പറ്റുന്ന രീതിയിലും അത് സേവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അത്രയധികം കാശാണ് നിങ്ങളിലോട്ട് വന്ന് ചേരുന്നതെന്നാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ആ റിസൾട്ടിൽ എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നിന്നാൽ പറ്റത്തില്ല. നിങ്ങൾ ഹൈ വൈബിലോട്ട് ആയാലേ പറ്റത്തുള്ളൂ എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. നിങ്ങൾ ഇത്രമാത്രം ഫോക്കസ് ചെയ്യുക. ചുറ്റിനുള്ള സാഹചര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യാണ്ട് പോസിറ്റീവ് ചിന്തയിൽ
ഈ സമയവും കഴിഞ്ഞു പോകും എന്ന് ചിന്തിച്ച് അത് ഉറച്ച് വിശ്വസിച്ച് മനസ്സിൻ്റെ ചിന്തകളിലൊക്കെ ഒന്ന് കടിഞ്ഞാണിട്ട് ചെയ്യാനുള്ള ഡ്യൂട്ടീസൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ട് മുന്നിലുള്ള സാധ്യതയെ കണ്ടെത്തി, മേ ബി അതൊരു ലോട്ടറി ആയിട്ടായിരിക്കാം നിങ്ങൾക്ക് എത്തിച്ചേരുന്നത് കേട്ടോ. അത് പറയാൻ പറ്റത്തില്ല, ഏത് വഴിയിൽ കൂടെ ആയിരുന്നാലും നിങ്ങൾക്ക് അത് കിട്ടും എന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷെ നിങ്ങളുടെ ചിന്തകളൊക്കെ കടിഞ്ഞാണിടുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ റിസ്ക് ഒക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക, കാരണം നിങ്ങളെ കാത്തിരിക്കുന്ന വളരെ വലിയൊരു സക്സസ് തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു വെരി മച്ച്.